എൻ്റെ അളിയൻ അടിച്ചു പൊളിക്കാൻ വന്നതാണ്. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും താൻ ഫിഫയിൽ ഇടപെട്ടു, റെഡ് കാർഡ് നൽകിയ ആളിനെ തിരിച്ചു കയറ്റി എന്നൊക്കെ വമ്പും മേനിയും പറഞ്ഞിട്ട് വേദിയിലെത്തിയതാണ് എൻ്റെ അളിയൻ ട്രംബളിയൻ. പക്ഷേ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. മൂടളിഞ്ഞു പോയാൽ പിന്നെ മുകളിലേക്ക് എന്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. കാണുമ്പോൾ നല്ല സ്യൂട്ടും കോട്ടും പത്രാസും ഒക്കെ ഉണ്ട്. പക്ഷേ അളിയനിൽ നിന്ന് ലോകത്താകെ പ്രസരിക്കുന്നത് വേദനയും ദുഃഖവും കണ്ണീരും ബോംബിൻ്റെ മണവും പിന്നെ സമാനമായ ദുർഗന്ധവുമായതുകൊണ്ട് അതാർക്കും ശ്വസിക്കാനാവാത്തൊരു വസ്തുവായി മാറുന്നുവെന്ന് ഒരു ജനക്കൂട്ടം ആകെ സൂചിപ്പിച്ച ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സമാപനത്തിന് ശേഷമുള്ള ചടങ്ങ്. ദേ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടേ. കണ്ടില്ലേ, അത് ഗോളി. ഇനി അടുത്തത് നോക്കൂ, അളിയൻ പോകാതെ നിന്നപ്പോൾ ചുമന്നു മാറ്റുന്നത്. ഇതേ പിന്നെയുണ്ട്. സാധാരണ ഈ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ഈ ചടങ്ങിന് വന്നാൽ ചെറിയ അമേരിക്കയൊന്നും അല്ലല്ലോ, ഭയങ്കര മുട്ടനൊരു അമേരിക്കയല്ലേ. ആ വലിയക്കാട്ട് അമേരിക്കയിലെ ഒരു പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ പദവി കിട്ടേണ്ടതാ. വലിയ രാജ്യം, വലിയ സമ്പത്ത്, അമേരിക്കൻ പ്രസിഡൻറ്റിനോടൊപ്പം ഒരു നിൽപ്പെന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ടതാണ്. പക്ഷേ അവരെല്ലാം ഈ കൈ കൊടുക്കുന്ന തന്നെ കണ്ടോ, അതായത് ഇങ്ങനെ കൊണ്ട് കൊടുത്തുമ്പോൾ ബിറ ബിറ ബിറ. ആർക്കും സാധാരണ നമ്മൾ ഫോറിൻ കൺട്രീസിലെയൊക്കെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതൊക്കെ എത്ര ഫീലോടായിരിക്കും, എത്ര പ്രസ്റ്റീജിയസ് ആയിട്ടായിരിക്കും. പക്ഷേ സംഗതി എന്താ, ഏതെങ്കിലും ഒരു കസേരയിൽ കയറി ഇരുന്നുകൊണ്ട് ഒരാൾക്ക് സമൂഹം, മനുഷ്യർ നിലയും വിലയൊന്നും കൽപ്പിക്കത്തില്ല. അധികാരമൊക്കെ വെച്ച് അഭ്യാസമൊക്കെ കാണിക്കായിരിക്കും. ആ അധികാരം ഉള്ളപ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുതലാക്കേണ്ടവർ കൂടെ നിന്ന് താങ്ങിത്തരുമായിരിക്കും. അല്ലാത്തവൻ പൂടയ്ക്ക് പോലും മൈൻഡ് ചെയ്യില്ല എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അമേരിക്കൻ പ്രസിഡൻ്റ് അവിടെ വന്ന് നിന്നിട്ട് കല്ലുവല്ല പുല്ലുവല്ല ഓരോ കളിക്കാരും ചെന്ന് ഈ ഓരോ രാജ്യത്തിൻ്റെയും മറ്റ് പ്രതിനിധികളെയും ഈ ഫിഫയുടെ ഉദ്യോഗസ്ഥരെയും ഒക്കെ കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ചരക്കിനെ ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാച്ചരക്കായി അവിടെ നിന്ന് വേദിയിൽ നിന്ന് ചുമന്നു മാറ്റേണ്ടി വന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ഗുണപാഠമാണ്.